കാലഘട്ടത്തിൽ അച്ഛനമ്മമാര് മനുഷ്യർക്ക് മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ അഭ്യസ്തവിദ്യരായ വലിയ വിവരവും സൗകര്യവുമുള്ള മനുഷ്യർ തോറ്റുപോകുന്ന ഇടം ഇവിടെയാണ്. ഈ അടുത്ത ദിവസം ഒരു അമ്മ എന്നോട് കരഞ്ഞ് സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ മരിച്ചു. വേദനയോടെ മക്കളെ വിളിച്ചു പറഞ്ഞു, എടാ അച്ഛൻ പോയി. സങ്കടത്തോടെ പറഞ്ഞു, വിദേശത്താണ് കുട്ടികള്. ആ കുട്ടികള് ഉടനെ വിളിച്ചിട്ട് ആ മകൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, ചടങ്ങുകളൊക്കെ നടക്കട്ടെ, പക്ഷെ ഒരു ക്യാമറാമാനെ ഏൽപ്പിക്കണം. കാരണം ആ ചടങ്ങൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരണം. എപ്പോഴെങ്കിലും അച്ഛനെ മിസ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അവസാന കർമ്മങ്ങൾ ചെയ്യാൻ നിന്നെ കാത്തിരിക്കണോ മോനെ എന്ന് ചോദിച്ചപ്പോഴാണ് ആ മകൻ ക്യാമറാമാന്റെ ആ പകർത്തിയ കാഴ്ചകൾ മതി എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കാൻ എന്ന് സൗകര്യമുണ്ടായിട്ടും യാത്ര ചെയ്യാതെ അവിടെ ഇരിക്കുന്ന മക്കൾ വിളിച്ചു പറയുന്നത്. ആ അമ്മ പറയുകയാണ്, അവനെ നൊന്ത് ചുമലിലേറ്റ് എന്റെ വയറിൽ കൊണ്ടു നടന്ന് ഞാൻ പെറ്റല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവന്റെ അച്ഛനല്ലേ, വരാമായിരുന്നിട്ടും വരാതെ, സ്നേഹിക്കാമായിരുന്നിട്ടും സ്നേഹിക്കാതെ, അവസാന കർമ്മങ്ങൾ ചെയ്യാമായിരുന്നിട്ടും ചെയ്യാതെ അവനിങ്ങനെ മാറി നിൽക്കുമ്പോ എന്റെ മനസ്സ് വേദനിക്കുന്നു. എല്ലാവരിലും ഈ സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, ഇഷ്ടത്തിന്റെ, ആർദ്രതയുടെ, മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, സഹിഷ്ണുതയുടെ, പങ്കുവെക്കലിന്റെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുന്ന ആ വിശാലമായ സംസ്കാരം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനിയുള്ള കാലത്ത് ഈ ടെക്നോളജികളും സോഷ്യൽ മീഡിയയും മൊബൈലുകളിലും അഭിരമിക്കുന്ന ഒരു തലമുറയോട് ഈ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അവർ ഇപ്പോൾ തല ഉയർത്താറില്ല, അവർ തല കുനിഞ്ഞിരിക്കുന്നവരാണ്. വിനയം കൊണ്ടാണ് നമ്മൾ അന്ന് തലകുനിഞ്ഞിരിഞ്ഞത്. ഇന്നവർ തലകുനിഞ്ഞിരിക്കുന്നത് താഴെ ഇരിക്കുന്ന മൊബൈലിൽ നിന്ന് കണ്ണുയർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അന്ന് നമ്മൾ കുട്ടികൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുതിർന്നവർ വന്നാൽ നമ്മൾ ചാടി എഴുന്നേൽക്കുമായിരുന്നു. ഉടുത്ത മുണ്ട് നമ്മൾ അതിന്റെ കെട്ടഴിച്ചിടുമായിരുന്നു ബഹുമാനം കൊണ്ട്. അച്ഛൻ കയറി വന്നാൽ, ഗുരുക്കന്മാരെ കണ്ടാൽ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഇന്ന് കാലവും സാഹചര്യങ്ങളും മാറിയപ്പോ നമ്മൾ നമ്മുടെ ചെവിയിൽ കുത്തിവെച്ചിരിക്കുന്ന ആ ഹെഡ്ഫോണ് ഒന്ന് ചെവിയിൽ നിന്ന് എടുത്ത് പുറത്തു വെക്കുക എന്നതാണ് ഇന്നത്തെ കുട്ടികൾ നമ്മൾ ആദരിച്ചു എന്നതിന്റെ തെളിവ്. എണീക്കില്ല, അവരൊന്നും പറയില്ല, ആകെ ബഹുമാനിച്ചു എന്ന് മനസ്സിലാവുക അവരുടെ ചെവിയിലുള്ള ഹെഡ്സെറ്റ് ഒന്നിങ്ങ് ഇറക്കി വെക്കും, എന്നിട്ടൊന്ന് നോക്കും. നോക്കിയാൽ അർത്ഥം അവൻ വല്ലാതെ നിങ്ങളെ ബഹുമാനിച്ചു എന്നുള്ളതാണ്, വല്ലാതെ പരിഗണിച്ചു എന്നുള്ളതാണ്. ആ ഹെഡ്സെറ്റും അവൻ പുറത്തെടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളും ഐ ഡോണ്ട് കെയർ, നിങ്ങൾ എനിക്കൊരു പരിഗണനാ വിഷയമല്ല എന്ന രീതിയിൽ അവൻ നമ്മൾ അവഗണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തലമുറ മാറി, കാലം മാറി, കുറ്റം പറയാനൊന്നും കഴിയില്ല. ഈ മാറിയ ഒരു കാലത്ത് നമ്മൾ അവരിലേക്ക് പുതിയ കാലത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു ചെല്ലണം. സുഹൃത്താവണം, നമ്മളവർക്ക് ചേർന്ന് നിന്ന് കഥകൾ പറയണം. അവർക്ക് പറയാനുള്ളതൊക്കെ നമ്മളോട് പറയാൻ കഴിയണം. ആ സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ മനോഹരമായ ഭാഷയിൽ പുതിയ കാലത്തെ കുട്ടികളും നന്നാവും, പുതിയ കാലത്തെ കുട്ടികളും നന്മയുള്ളവരാകും. അവരും വെളിച്ചമുണ്ടാകും, അവരും നമ്മളെക്കാൾ മികച്ച നന്മയുടെ വിശാലതയിലേക്ക് സഞ്ചരിക്കും. ആ കുട്ടികളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്നതാണ് പ്രധാനം.